വില നമുക്ക് 4,60 കൊടുക്കാം. 4,60,000. അത് നെഗോഷ്യബിൾ ആവോ? ഓ, ചെറിയ മാറ്റം പറ്റി കൊടുക്കാം. 4,60,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ വണ്ടി തരുന്നത്. അതും 15 ആസ്റ്റ 15 ആസ്റ്റ കേട്ടോ, ഡീസൽ വണ്ടി. 2015 മോഡൽ. 15 വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. 15 വണ്ടി 3.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 7 സീറ്റർ നല്ല വൃത്തിയുള്ള വണ്ടി ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ. അത് ഉറപ്പല്ലേ? എന്ത് ചോദിക്കാനാ? എന്ത് വില കൊടുക്കാം? നമുക്ക് 1,65 കൊടുക്കാം. 1,65,000 രൂപയ്ക്ക് 10-11 വണ്ടി. 10-11 വണ്ടി 26-ലാണ് പേപ്പർ വരിക. അത് ഇത്രയും വൃത്തിയുള്ള വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വെറും 1 ലക്ഷം. നിങ്ങൾ പറഞ്ഞാൽ ഇയറിന്റെ കൊണ്ടേ അതെ പൊട്ടിച്ച് വിടുകയാണ്. അതും 12 മോഡൽ ഉണ്ട്. എത്ര വരും? ഇത് 1,15. 1,15,000. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. അതും 10 മോഡലിൽ നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? അതെ, വൃത്തിയുള്ള വണ്ടി. 60,000 രൂപയ്ക്ക്. അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഉണ്ടല്ലോ. അത് 3-10 തന്നെ. 4 നാലെണ്ണുണ്ട്. വൈറ്റ് കൂടാതെ 3. എനിക്കൊന്ന് LX ചെയ്യാൻ തോന്നുന്നു. LX ആണ്. ഇതിന്റെ VX ഇതേ മോഡൽ അവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. നമുക്ക് കാണിക്കാം. ഓക്കെ, ഇതിപ്പോ 20 വണ്ടി നമുക്ക് എത്ര കൊടുക്കാം? 3,20 കൊടുക്കാം. ശരിക്കും ഒരുപാടധികം ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഷോറൂമിൻ്റെ വീഡിയോ എന്ന് വരും എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി വണ്ടികൾ, അതും വൻ ലോ ബഡ്ജറ്റിൽ വിൽക്കുന്ന ഒരു ഷോറൂമാണ് ഇത്. നമ്മുടെ അല്ലമി ന്യൂസ് ചാൻസ് ആണ് കേട്ടോ. അപ്പോൾ അല്ലമി ന്യൂസ് ചാൻസിൽ നമ്മൾ എല്ലാ മാസവും വീഡിയോ ചെയ്യാറുണ്ട്. ആ ഒരു വീഡിയോയിൽ ഒരുവിധം നമ്മൾ കാണിക്കുന്ന ഒരുവിധം വണ്ടികളെല്ലാം വിറ്റ് പോകാറുണ്ട്. ശരിക്കും ഞാൻ കാണിക്കുന്ന വണ്ടികളിൽ മിക്കവാറും വണ്ടികൾ ഇവിടുന്ന് വിറ്റ് പോകാറുണ്ട്. അതിന് മാത്രം സെയിലുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ക്വാളിറ്റിയും വിലക്കുറവും തന്നെയാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി വണ്ടി എടുക്കേണ്ട ഒരാൾ പോലും ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത് കേട്ടോ. പിന്നെ ഏറ്റവും വില കുറവിൽ ക്വാളിറ്റിയുള്ള വണ്ടി എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് വണ്ടികളായിരിക്കും. പിന്നെ ഏകദേശം ഒരു 100 വണ്ടിയിലധികം ഇവിടെ ഇപ്പോൾ ഇന്ന് അവൈലബിൾ ആണ്. 100 വണ്ടിയിലധികം ഉണ്ട്. അതിനകത്ത് നിങ്ങളൊരു 10-70 വണ്ടിയിലധികം ലോ ബഡ്ജറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ ഒരുപാടധികം വണ്ടികൾ കാണാമെന്ന് പറയുമ്പോൾ രസമല്ലേ? ഒരേ ക്വാളിറ്റി, ഒരേ സംഭവത്തിലുള്ള വില കുറഞ്ഞ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും. പിന്നെ മലപ്പുറം ജില്ലയിൽ കാക്കഞ്ചേരിയാണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഹസൻക പറഞ്ഞുതരും. ഹസൻക ഇവിടെ ഉണ്ട്. കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഹസൻക, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കുറേ വണ്ടികൾ കാണിക്കാണ്ടല്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾ എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ വീഡിയോസ് അത്രയധികം റീച്ച് ആവുന്നുണ്ട് അല്ലേ? ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ഇപ്രാവശ്യം നമുക്ക് മാക്സിമം വില കുറഞ്ഞ വണ്ടികൾ കാണിച്ചാലോ? ഏറ്റവും വില കുറഞ്ഞ വണ്ടികൾ ഏറ്റവും കൊടുക്കുള്ളൂ. മാക്സിമം ക്വാളിറ്റി എന്താ സ്ഥിതി? പക്കയാണോ? പക്ക വണ്ടി, ഒരു പ്രശ്നമില്ല. എന്തായാലും ആദ്യത്തെ വണ്ടി തന്നെ നല്ല അടിപൊളി ഒരു മാരുതിയാണ്. മാരുതി ഏതൊക്കെ മോഡൽ? 2004 AC MPFI. MPFI ആകുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈലേജ് പോലെ കംപ്ലൈന്റ് ഉണ്ടാവും. ഇന്ത്യയിലൊക്കെ ഒക്കെ മോശമൊന്നുമില്ല കേട്ടോ. 29 പേപ്പർ എടുത്ത വണ്ടിയാണ്. 2029 പേപ്പർ ഉണ്ട്. ഒന്നുമില്ല, 2004 മോഡൽ അല്ലേ അല്ലേ? ആ ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ടാവുള്ളൂ. വേറെ അഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വിലയോ? വില നമുക്ക് 49 രൂപ കൊടുക്കാം. 49,000. ലേശം പണിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. റൂഫ് റെയിലും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവറോൾ വണ്ടി വൃത്തിയുണ്ട് അല്ലേ? 29 പേപ്പർ ഉണ്ട്. 2029 ഫിറ്റ്നസ് ഇല്ല വണ്ടിയാണ്. അപ്പോൾ ഒരു 3 കൊല്ലം കൂടി സുഖമായിട്ട് ഓടിക്കാം. അതെ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു i20 എടുക്കണ്ടല്ലോ. 2013 സ്പോർട്സ്. 13 സ്പോർട്സ് ഡീസൽ അല്ലേ? ഡീസലാണ്. ഓടിയതൊക്കെയോ? ഓടിയത് 1.5 ഓടിയുണ്ട്. 1.5 ഓടിയിട്ടുണ്ട്. പിന്നെ എന്തായാലും ഓടുമല്ലോ അല്ലേ? ഡീസൽ വണ്ടിയല്ലേ? അപാകതകളൊന്നും ഇല്ലല്ലോ? അപാകതകള് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അലോയിലും ടയറും ഒക്കെ മോശമൊന്നുമില്ല. സ്പോർട്സ് ആണ്, ഡീസലാണ്, അത്യാവശ്യം മൈലേജും കിട്ടും. അതെ, 18-20 കിട്ടുമായിരിക്കും. 20 കിലോമീറ്ററിന് കിട്ടും. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. കമ്പനി വന്ന ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ഉണ്ട്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. ഏതാ? എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. ABS എയർ ബാഗ്. 2 എയർ ബാഗ് വരും അല്ലേ? എയർ ബാഗ്. സിംഗിൾ എയർ ബാഗ്. സിംഗിൾ. എന്താ നമുക്ക് വില എത്രയാണ് വരുന്നത്? നമുക്ക് 2.80. 2,50,000. കംപ്ലൈന്റ്സ് ഒന്നുമില്ല. പക്കയാണ്. ഓക്കെ, ഞാൻ വരുന്ന കസ്റ്റമർക്ക് ആളെ കൊടുന്ന് കൊണ്ടുപോയൊക്കെ ചെക്ക് ചെയ്യാം. അതെ, വേഗം കാണിച്ചു പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് 2.5 വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എത്ര? 2.5 വരെ ചെയ്യാം അല്ലേ? 2.80 വണ്ടിന്റെ വില. 2.50 വണ്ടിന്റെ ഒരു 30 രൂപ മതി. അതെ. ഒരു കിഡ് ഉണ്ടല്ലോ, ഇത് എന്താണെങ്കിലും 2017 RXT സിംഗിൾ ഓണർ. അത്യാവശ്യം നീറ്റ് അല്ലേ? നീറ്റ് വണ്ടിയാണ്. ഓക്കെ, 16 എന്ന് പറയുമ്പോൾ ഈ കിഡിന്റെ ഫസ്റ്റ് വണ്ടിയാണ് കേട്ടോ. 800 അല്ലേ? അതെ, 800 അല്ലേ? അപാകതകളൊന്നുമില്ല. RXT എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. അതെ. പിന്നെ 1 ലിറ്റർ ഉണ്ട്. നമുക്ക് കാണിക്കാം കേട്ടോ. നമ്മളെ വേഗം പറഞ്ഞു നമുക്ക് ഒരുപാട് വണ്ടി കാണിക്കാനുള്ളതാണ്. ഫുൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണേൽ അസൻകാൻ കോൺടാക്ട് ചെയ്താൽ എല്ലാ വണ്ടിയുടെ നമ്പർ നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ കിഡിന് എന്താ വില? ഇത് 2,25. 2,25,000. വേറെ അപാകതയില്ല. സിംഗിൾ ഓണർ വണ്ടി, ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അതെ അല്ലേ? ഓക്കെ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. 2,25,000 രൂപയ്ക്ക് 2016 കിഡ് പെട്രോൾ അല്ലേ? അതെ. അടുത്തത് ഒരു നല്ലൊരു മാരുതി തന്നെയല്ലേ? നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. നല്ല വൃത്തിയില്ല. 2012 MPFI. 12 രജിസ്ട്രേഷൻ. 12 രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ? 12 മോഡൽ ഉണ്ട്. അതാണ് ആ ഒരു വൃത്തി. 4 പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറൊക്കെ പുതിയ പുത്തൻ ടയർ. ഇന്റീരിയറും അടിപൊളിയാണ്, മോശമൊന്നുമില്ല.
സീറ്റ് കവർ ടോപ്പാന്ന് ഞാൻ പറയില്ല, എങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എ സി ഒക്കെ ഉണ്ടല്ലോ അല്ലേ? എ സി ഇല്ല, നോൺ എ സിയാ. നോൺ എ സി നോൺ എ സി ആണ്. 12 നോൺ എ സി നോൺ എ സി ഉണ്ട്. നോൺ എ സി ശരിക്കും വയനാട് ഇറങ്ങി. വയനാട് തണുപ്പ് കൂടുതലുള്ള സ്ഥലമല്ലേ? അതെ അതെ അതെ, നമ്മുടെ നാട്ടിലേക്കൊക്കെ പറ്റും, ഇവിടെ കുറച്ച് പാടാ. പിന്നെ വേറെ അപാകതകൾ ഒന്നുമില്ല. ക്ലെയിം വണ്ടി. അതും 12 മോഡലുണ്ട്. എത്ര വരും? ഇത് 1.15. 1.15. 1,15,000. 1 ലക്ഷം സുഖമായിട്ട് ലോണും കയറില്ലേ? 1 ലക്ഷത്തിന്റെ ശ്രീരാമ കയറുള്ളൂ അല്ലേ? ഓക്കെ, അതൊക്കെ എന്തായാലും കിട്ടുള്ളൂ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. 1,15,000 രൂപയ്ക്ക് 12 വണ്ടി കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഈ ആക്റ്റീവ് 2016 പെട്രോൾ വണ്ടിയാണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ്, റീപ്ലേസ് ഒന്നുമില്ല. 40 ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 പുത്തൻ ടയർ അതേമാതിരി ഇതിനുണ്ട്. അതെ അതെ. പിന്നെ ഓവർ ഡീറ്റെയിൽ ആയിട്ട് ഈ വണ്ടി ഇങ്ങനെ എല്ലാം കാണിക്കാത്തത്, നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ അങ്ങനെ ഫുള്ള് കാണിക്കുന്ന സമയത്ത് മാക്സിമം നമുക്ക് വണ്ടികൾ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അതെ അതെ, ഇതെന്തായാലും വണ്ടി നല്ല വൃത്തിയുണ്ട്. 40 ഓടിയിട്ടുള്ളൂ. 40 ഓടിയിട്ടുള്ളൂ അല്ലേ? റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ കിലോമീറ്റർ ജെന്യൂനാ? പക്കാ സർവീസിലെ വണ്ടി. സർവീസ് ഉണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും ഇന്റീരിയർ ഒന്നും മോശമില്ല. കമ്പനി വന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ വില എത്ര ഉണ്ട്? 270 ആണ്. എന്തെങ്കിലും പൊട്ടിച്ച് കൊടുക്കാൻ നമുക്ക്. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. 70,000 2,70,000 ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ₹1 മുടക്കണ്ട. ഒന്നും കൊടുക്കണം. ലോണും കയറും. അതെ, കംപ്ലൈന്റ് 1.2 ഇഞ്ചിനാ വരും. പവർ ഉണ്ടാവും. ഇതാണെങ്കിൽ സ്വിഫ്റ്റ് 14-15 റേസർ VDI. 14-15 VDI. അതെ, ഡീസൽ. ഓടിയതോ? ഓടിയത് 1,15,000 കിലോമീറ്റർ ഓടി. 1.15 ഓടി. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ റെഡ് ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്, നമ്മൾ മാറ്റി കൊടുക്കും അല്ലേ? ഓക്കെ, വേറെ തട്ടുമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഗ്യാരണ്ടി. ഓക്കെ, സൈഡ് ബോഡി ഒക്കെ ആണെങ്കിലും വൃത്തിയൊക്കെ ഉണ്ട്. വൃത്തിയുണ്ട്. കിലോമീറ്റർ എത്ര ഉണ്ടാക്കുക? കിലോമീറ്റർ 1.15 നമ്മൾ പറഞ്ഞല്ലോ. 1.15 ഓടി അല്ലേ? ഓക്കെ, സീറ്റോറും കാര്യമൊക്കെ പുതിയ ചെയ്തതാണ്. ടയറും മോശമൊന്നുമില്ല. ഇതൊക്കെ ഓഫർ പ്രൈസിൽ കൊടുക്കാം. 3.80 കൊടുക്കാം. 14-15 റേസർ. 5 രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ? 3.60 ഫൈനാൻസ് ചെയ്തു ആവശ്യക്കാർക്ക്. അതെ അല്ലേ? മാക്സിമം എന്താ പറയാ, നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ഫുൾ ഓൺ കിട്ടൂലേ? നമുക്ക് കൊടുത്തോക്കാം. 60, 3.60 എന്തായാലും ചെയ്യാം. വില എത്ര? 3.80 പൊട്ടിച്ച് കൊടുക്കാം. ഇപ്പൊ എന്തായാലും ഇയർ എൻഡിംഗ് ഒക്കെ അല്ലേ? അതെ, 3,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു വീഡിയോ കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഇതാണെങ്കിൽ ആൾട്ടോ. ഇതൊരു ആൾട്ടോ 2010 മോഡൽ അല്ലേ? ലാസ്റ്റ് ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ടയറും കാര്യമൊക്കെ ഉണ്ട്. ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കാണ്ട് വണ്ടി. അതെ, ചെറിയൊരു ടച്ചപ്പ് ഒക്കെ ചെയ്തൊന്ന് വൃത്തിയാക്കാണ്ട് വന്ന വണ്ടിയാണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അപാകതകൾ ഉണ്ട്. ചെറിയ പരിക്കുണ്ട് ഫ്രണ്ടിൽ. സൈഡ് പൊട്ടിച്ചിട്ടുണ്ട് അല്ലേ? അതിനനുസരിച്ച് വിലയും കുറച്ച് കൊടുക്കാം. അത് 60 റുപ്യ കൊടുക്കാം നമുക്ക്. 2010 ആൾട്ടോ. 4 പുത്തൻ ടയർ, സിംഗിൾ ഓണർ, പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുക്കും. അതെ, പുത്തൻ ടയർ വെറുതെ പറയുന്നല്ലോ. അതിവിടെ പൊടി കിടന്നിട്ടാ. അതെ, പുത്തൻ ടയറാണ്. വെറും 60,000 രൂപയ്ക്കാണ്. ചെറിയ തട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ വിലക്ക് തരുന്നത്. അതെ, മാരുതിന്റെ പൈസ മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. അതും 10 മോഡലിൽ വൃത്തിയുള്ള വണ്ടി അല്ലേ? അതെ, വൃത്തിയുള്ള വണ്ടി. 60,000 രൂപയ്ക്ക്. അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഉണ്ടല്ലോ. അത് 3-10 തന്നെ. 4 വൈറ്റ് കൂടാതെ. ഇനി ഈ ബ്ലാക്ക് ഏതാ മോഡൽ? ബ്ലാക്ക് 2010 LXI. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ് കേട്ടോ. ഒരു കുറ്റം പറയാനില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വിലയോ? ഇത് 98,000. വെറും 98,000 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ ഒരു ആൾട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2010. ഇത് രണ്ടും 2010 അല്ലേ? രണ്ടും ഏകദേശം ഒരേ ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. പിന്നെ ഇതിന്റെയൊക്കെ ആണെങ്കിൽ ഹെഡ്ലൈറ്റ് അടക്കം നല്ല ക്ലീൻ ആണ്. ഇതിന്റെ ഹെഡ്ലൈറ്റ് ലേശം മങ്ങിയിട്ടുന്നുള്ളൂ അല്ലേ? 10 മോഡലാന്ന് പറഞ്ഞു. പിന്നെ കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവുക? കിലോമീറ്റർ 80, 1 ലക്ഷമൊക്കെയാണ് കാണിക്കുന്നത് അല്ലേ? 2 ഇവിടെ റെഡ് കളറും ഒരു വൈറ്റ് ഒരു ബ്ലാക്കും ഉണ്ട്. പിന്നെ 12 ഉണ്ട് ഈ റെഡ് കളർ വണ്ടി. വേറെ ഉണ്ട്. 12 ഉണ്ട്. ഇതിപ്പോ എന്താ വില? ഇത് നമുക്ക് 1.20 വരും. രണ്ടിനും അല്ല, ഇതിന് 1.5, ഇതിന് 1.20. എന്താ അങ്ങനെ? ഇതൊക്കെ എക്സ്ചേഞ്ചിൽ വരുന്ന വണ്ടികളല്ലേ? അപ്പൊ കിട്ടുന്നതനുസരിച്ച് കൊടുക്കും. അത്രേ ഉള്ളൂ. MRP ഇല്ലല്ലോ. ഇതിന് 1,20,000 രൂപ. ഇത് 1.5. 1,05,000, 1,20,000 രൂപ അയച്ചു കൊടുത്താൽ അതിൽ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഉണ്ട്. ഉറപ്പല്ലേ? അപ്പൊ അത് ഫുൾ ഫോട്ടോസ് അടക്കം കാണാമല്ലോ. ഫോട്ടോ അതിന്റെ എക്സ്റ്റീരിയൽ ഇന്റീരിയലൊക്കെ വരും. ഓക്കെ, അതായത് 1,05,000, 1,20,000, 98,000, 60. അങ്ങനെയാണ് 4 ആൾട്ടോ നിലവിൽ ഇവിടെ നിരന്ന് കിടപ്പുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. ഇതൊക്കെ നല്ലൊരു മൊബൈലി ഉണ്ടല്ലോ. 7 സീറ്റർ അല്ലേ? 7 സീറ്റർ ആണ്. പെട്രോൾ ആണ്. 2015. പെട്രോള് ആവുമ്പോ മൈലേജ് ലേശം കുറയൂല്ലേ? മൈലേജ് ലേശം കുറവായിരിക്കും. കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. 12-13 ഒക്കെ പ്രതീക്ഷ മതി. പക്ഷെ വേറൊരു കാര്യം പറഞ്ഞാൽ 7 സീറ്റർ വണ്ടിയാണ്. ഓടി നോക്കാം. ഓടിയത് 84,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ അല്ലേ? ഇത് ഫുൾ ഓപ്ഷൻ അല്ലല്ലോ? ഫുൾ ഓപ്ഷൻ അല്ല, എസ് ആണ് വേരിയന്റ്. പക്ഷെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് അടക്കം വരും. അതെ. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് 7 സീറ്റർ ആണെന്നുള്ളതാണ്. മിറർ അഡ്ജസ്റ്റ്മെന്റും എല്ലാ സാധനങ്ങളും വരും. അപാകതകൾ എന്തെങ്കിലും? ഒരു അപാകതയില്ല. ഒന്നുമില്ല. വിലയോ? 3.5 രൂപ കൊടുക്കാം നമുക്ക്. 3 ലക്ഷം രൂപ കൊടുക്കാം അല്ലേ? 2015 മോഡൽ. 15 വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. 15 വണ്ടി 3.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 7 സീറ്റർ നല്ല വൃത്തിയുള്ള വണ്ടി ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ. അത് ഉറപ്പല്ലേ? എത്തി വയ്ക്കാനാ? അപാകതം ഇല്ലല്ലോ? ഒരു അപാകതയില്ല, ഗ്യാരണ്ടി.
അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിഫ്റ്റ് കിടക്കുന്നുണ്ട്. സ്വിഫ്റ്റ് ഇതാണെങ്കിലും 2012 മോഡൽ VDI 12 VDI ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. എനിക്ക് തോന്നുന്നു 12 ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി അല്ല 11ലാണ് ഇത് ഇറങ്ങണത്. 11 ലാസ്റ്റിലാണ് വരിക. 11 ലാസ്റ്റ്. ഇതെന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര? 90,000. വെറും 90? വെറും 90 സർവീസിലെ വണ്ടി. പക്ക സർവീസാ? സർവീസ്. 12 90 എന്നൊക്കെ അതും VDI വളരെ കുറവാണല്ലോ. കുറവാണ്. ഇനി ഇന്ത്യയിലൊക്കെ നോക്കിക്കോട്ടോ, നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സാധാ സ്ക്രീൻ വെച്ചിട്ടുണ്ട്, പഴയ മോഡലാണ് എങ്കിലും സാധനം അതിനകത്ത് ഇരിപ്പുണ്ട്, വർക്കിംഗ് ആണ്. അതെ അതെ അതെ. സീറ്റും കാറും ഒന്നും പ്രശ്നമില്ല. വെറും 90 എന്നുള്ളതാണ് ഹൈലൈറ്റ് അല്ലേ? വിലയോ 3,20,000. അത് കുറേ ഉണ്ടാവില്ലേ? ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. നമ്മൾ പറയുന്നൊക്കെ നെഗോഷ്യബിൾ അല്ലേ? എല്ലാ പ്രൈസിനും. ആ 12 വണ്ടി സുഖമായിട്ട് 2.25 ലോൺ കയറില്ലേ? 2.5 പറഞ്ഞാൽ ഇപ്പൊ ഇയറിന്റെ ആയില്ല, കൊല്ലം മാറല്ലേ? അതെ അതെ അതെ. നല്ല I20 ഉണ്ടല്ലോ. ഇത് 2015 ആസ്റ്റ ഡീസൽ. ആസ്റ്റ ഡീസൽ. ഇത് ഓപ്ഷൻ ഇല്ല? അല്ല, ഓപ്ഷൻ അല്ല, ആസ്റ്റേ ഉള്ളൂ. ആസ്റ്റേ ഉള്ളൂ അല്ലേ? ഇന്ത്യയിലൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് എയർ ബാഗോ? എയർ ബാഗ് 2 രണ്ടെണ്ണം ഉള്ളൂ അല്ലേ? ABS കാര്യങ്ങൾ, ആൻഡ്രോയിഡ് സേഫ്റ്റി കാര്യമൊക്കെ കമ്പനി വരുന്ന കമ്പനി വരുന്ന ആൻഡ്രോയിഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഡീസൽ ആണെന്നുള്ളത് ഒരു ഹൈലൈറ്റ് തന്നെയാണ്. പവർ, പെർഫോമൻസ്, മൈലേജ് അല്ലേ, മൂന്നും ഒത്തിണങ്ങിയ ഒരു സാധനം. അപ്പോൾ അതൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടി. ഓടിയതോ? 1.34. 1.34 അല്ലേ? അതെന്തായാലും ഓടും അത് അല്ലേ? മൈലേജ് ഉണ്ട്. അത്യാവശ്യം ഓട്ടോളരാണല്ലോ ഇത് എടുക്കുള്ളൂ. വിലയോ? വില നമുക്ക് 4.60 കൊടുക്കാം. 4,60,000. അത് നെഗോഷ്യബിൾ ആവുമോ? ചെറിയ മാറ്റം പറ്റി കൊടുക്കാം. 4,60,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ വണ്ടി തരുന്നത്. 15 ആസ്റ്റ. 15 ആസ്റ്റ കേട്ടോ, ഡീസൽ വണ്ടി. അത് നിങ്ങൾ മിസ് ചെയ്യരുത്. 4,430 4,30 ഫൈനാൻസ് ചെയ്തു. ഫൈനാൻസ് അല്ലേ? ഈ റിറ്റ്സ് ആണെങ്കിലോ? റിറ്റ്സ് 2014 ZXi. 14 ZXi പെട്രോൾ കേട്ടോ. ZXi എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ. അതെ. ഇതിന്റെ ഇന്റീരിയർ കൂടെ കാണിച്ചു തരാം. നല്ലൊരു ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സീറ്റ് കവറും നല്ല വൃത്തിയുണ്ട്. മോശമൊന്നുമില്ല കേട്ടോ വണ്ടി. അപാകതകളൊന്നും പറയാനില്ല. അതുപോലെ തന്നെ റീപ്ലേസും ഇല്ല അല്ലേ? 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസും ഉണ്ട്. 78 ഓടിയിട്ടുള്ളൂ. അലവിലും കാര്യങ്ങളൊക്കെ വരും. വിലയോ? വില 3 രൂപ കൊടുക്കാം നമുക്ക്. 2014 ഫുൾ ലോൺ ചെയ്തു. 14 ഫുൾ ലോണിൽ ZXi ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഓപ്ഷൻ വണ്ടി ZXi. അതും 70 ഓടിയിട്ടുള്ളൂ. കൊടുക്കാമല്ലോ അല്ലേ? ഇനി ഇതാ ഒരു അൾട്ടോ ഉണ്ടല്ലോ. ഇത് 2018 മോഡൽ. 18 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്. അടിപൊളി വണ്ടി. അത്യാവശ്യം വൃത്തിയുണ്ട് അല്ലേ? നല്ല വൃത്തിയുണ്ട്. 1.13 ഓടിയുണ്ട്. 1.13 ഓടി. പക്ഷേ ഇത് പെട്രോൾ വണ്ടിക്ക് അങ്ങനത്തെ വലിയ വിഷയമൊന്നുമില്ല. ഹിസ്റ്ററി ഇട്ടോ? ഹിസ്റ്ററി ഇട്ടു അല്ലേ? അതൊക്കെ ഇതിൻ്റെ വണ്ടിയല്ലേ? അതെ. എവിടെ പോയാലും മസാലപ്പൊടി കിട്ടും. ഇഷ്ടം. അതെ. ഇനി ഇന്റീരിയർ കാണിച്ചു തരാം. ഇന്റീരിയർ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് അഡീഷണൽ ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ടയറും കാര്യമൊക്കെ 90% ടയറും ഉണ്ട് അല്ലേ? എന്താ വില വരുന്നത്? നമുക്ക് 2.5 കൊടുക്കാം. 2.5 ലക്ഷം രൂപ. അത് 18 വണ്ടി അല്ലേ? 2018 മോഡൽ വണ്ടിയാണെന്നെങ്കിൽ 2.5 ലക്ഷം രൂപയ്ക്ക് തരുന്നത്. അത് ഫുൾ ലോൺ. ഒരു ലോലും മുടക്കണ്ട അല്ലേ? ഒരു ലോലും മുടക്കാം. എറ്റിയോസ് 2013 16 ലീഗ. 16 ഡീസൽ പെട്രോൾ ആണല്ലേ? ഈ പെട്രോൾ വണ്ടിക്ക് നോർമലി മാർക്കറ്റ് കുറവാല്ലേ? അതായത് ഒരു 12-13 മൈലേജ് കിട്ടുള്ളൂ. പിന്നെ അപാകതകൾ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. റീ വണ്ടിയാണ്. റീ ആണല്ലേ? ചോദിക്കാൻ വരുമായിരുന്നു. കാരണം ഇത് കൂടുതലും റീ കാണാറുള്ളത്. അപാകതകൾ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ട് വണ്ടി ഒന്ന് ചെറുതായിട്ട് വൃത്തിയായത്. നമ്മൾ മുന്നേ വീഡിയോ കാണിച്ച് വണ്ടി സെയിൽ ആയതിന് അവർക്ക് ലോണിന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ആണല്ലേ? ക്യാൻസൽ ചെയ്താ. ഈ സീറ്റ് അവർക്ക് ഒന്ന് മാറണം. ഒന്ന് വൃത്തിയാക്കാണ്ട് 3 രൂപ നമുക്ക് കൊടുക്കാം. 2016 പെട്രോൾ വണ്ടി. 16 പെട്രോൾ വണ്ടി 3.5 വരെ 3.25 ലോണും കയറുന്ന വണ്ടി. അതെ, 3 രൂപ കൊടുക്കാം. ബോഡി വൈസ് നല്ല വൃത്തിയുണ്ടല്ലോ. വൃത്തിയുണ്ട്. അല്ല, സീറ്റ് കവറും കാര്യമൊക്കെ ചെയ്തേ. ഇത് പ്ലാറ്റിനം അല്ലല്ലോ? ആക്കിയതാണ്. വെറും 3 ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഈ 16 വണ്ടി വരുന്നത്. അതും ഫുൾ ലോണിൽ തരും. ഒരു പോലും മുടക്കണ്ട. ക്യാഷ് ബാക്ക് ഉള്ള വണ്ടിയാണ്. അതെ അതെ അതെ. ഇതാണെങ്കിലോ? ഇത് 2017 വണ്ടി, സിംഗിൾ ഓണർ, 60,000 കിലോമീറ്റർ ഓടി. 17 സിംഗിൾ ഓണർ, റീപ്ലേസ് ഒന്നുമില്ല. ബോഡി വൈസ് ഒക്കെ നല്ല നീറ്റാണ്. വണ്ടിയാണ്. ഈ ഓണർഷിപ്പ് ഒക്കെ ഒരു സെക്കൻഡ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ആണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ കേട്ടോ. അത് നോക്കുന്നവരുണ്ടെങ്കിൽ കണ്ടോട്ടെ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നിങ്ങളെ കാറ്റലോഗിൽ ഡീറ്റെയിൽ ഉണ്ടാവും. അതെ അതെ. അപ്പോൾ ഈ ഇവിടെ കാറ്റലോഗിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ഇനി അതെല്ലാം നിന്റെ കോൺടാക്ട് ചെയ്ത് അയച്ചു തരും. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. 65. ജെന്യൂൻ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. വെറും 65,000 കിലോമീറ്റർ ഓടിയിലും. ഇത് മെയിൻ ക്ലാസ് എന്തെങ്കിലും ഒന്നും മാറിയില്ല. വില എത്ര പറഞ്ഞു? വില നമുക്ക് 2.35 കൊടുക്കാം. 2.35 കൊടുക്കാം. അതായത് 16 വണ്ടി. 17 വണ്ടി. സോറി 17 വണ്ടി. നമ്മൾ ഇത്ര 16 17 കേട്ടോ. 16 അല്ല. അപ്പോൾ എന്തായാലും 2,35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 17 വണ്ടി എടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ. എന്തെങ്കിലുമൊക്കെ കുറച്ചും കൊടുക്കൂലേ? ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. ഒരാൾ വന്നിട്ട് വിലന്റെ വില തെറ്റിപ്പോവില്ല. നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? 2013 VDI ഡീസൽ. 13 VDI ഡീസൽ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കമ്പനി സർവീസ് ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടി നമ്മൾ പറയുള്ളൂ കേട്ടോ. വണ്ടി അത്യാവശ്യം നല്ല നീറ്റിലുള്ള വണ്ടിയാണ്. അപാകതകളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇത് ഡിസയർ ആട്ടോ. ഡിസയർ ആണ്. സ്വിഫ്റ്റ് ഡിസയർ.
അതായത് നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു സെഡാൻ വണ്ടി വേണമെങ്കിൽ നല്ലൊരു വണ്ടി. അതും അലോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടയർ ഭാഗങ്ങൾ ഫ്രണ്ടിലുണ്ട്, പക്ഷേ ബാക്ക് ആവറേജ് ആണ്. ഇന്റീരിയർ അടിപൊളിയാണല്ലോ, വൃത്തിയുള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയല്ലേ, തട്ടുമുട്ടൊന്നുമില്ല, ഗ്യാരണ്ടി. അതെ അതെ അതെ. ഇതിപ്പോ നമുക്ക് വിലയാണെങ്കിൽ എത്ര കൊടുക്കാം? വില നമുക്കൊരു 370 കൊടുക്കാം. 370 13 ഡിസയർ സിംഗിൾ ഓണർ വണ്ടി. കുറയോ? ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം അല്ലേ? ഓക്കെ, ഇയർ എൻഡിംഗ് ആണ്, ഓഫർ സെയിലാണ്. ഒരുപാട് അധികം വണ്ടികൾ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് കിട്ടും. ഈ വാഗണറോ ഇത് 2010-11 റേസർ. പറയണ എന്താ പറയുക, 26 ടെസ്റ്റ് വരുള്ളൂ, 25 വരില്ല, 26 ടെസ്റ്റ് വരും. അതെ അതെ. ഇതിന്റെ ടയറൊക്കെ അത്യാവശ്യം നല്ല കട്ടുള്ള ടയറാണ്. LXI ആണ്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. LXI ബേസ് വണ്ടി അല്ലേ? അതെ. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇതിന്റെ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടോ? ഇതിന്റെ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് മാത്രമേ ഉള്ളൂ, മോൾട്ട് മാത്രം, വേറെ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് മാറിയില്ല. ഓക്കെ. പിന്നെ കിലോമീറ്റർ 110 ഓടിയുണ്ട്. 110 അല്ലേ? പെട്രോൾ വണ്ടി ആകുമ്പോൾ പിന്നെ മൈലേജ് സീരിയസ് ഇഞ്ചാണ് വരിക. അതെ അതെ. ഒരു 17 മൈലേജ് കിട്ടും നിങ്ങൾക്ക്. ഇന്റീരിയർ മോശമൊന്നുമില്ല കേട്ടോ, നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ അതും ചെയ്തിട്ടുണ്ട്. പിന്നെ LXI ആണെന്നേ ഉള്ളൂ. ഒരു 2 ഡോർ പവർ വിൻഡോന്റെ കുറവുണ്ടല്ലേ? അതെ അതെ. എന്ത് വില കൊടുക്കാം? നമുക്ക് 1.65 കൊടുക്കാം. 1,65,000 രൂപയ്ക്ക് 10-11 വണ്ടി. 10-11 വണ്ടി, 26 പേപ്പർ വരിക. അതും ഇത്രയും വൃത്തിയുള്ള വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വെറും 1,00,000 പറഞ്ഞാൽ ഇയറിന്റെ കൊണ്ടേ അതെ 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 പൊട്ടിച്ചു വിടുകയാണ്. 1,65,000 രൂപ കേട്ടോ. അത് നിങ്ങൾ മിസ് ചെയ്യരുത്. ഇത് നിങ്ങൾ മിസ് ചെയ്താൽ ഇനി കിട്ടൂല. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് 2017 കിഡ് RXL 2017 മോഡൽ അല്ലേ? 800 നല്ല വൃത്തിയുണ്ടല്ലോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടോ? ഒന്നുമില്ല. ബോഡി വൈസ് ഒക്കെ വണ്ടി നല്ല നീറ്റാണ്, അപാകതകളായിട്ടും ഒന്നും പറയാനില്ല. കിലോമീറ്ററോ? കിലോമീറ്റർ 72,000 കിലോമീറ്റർ ഓടി. 72 ജെനുവിൻ ആയിരിക്കും അല്ലേ? ഇന്റീരിയർ മോശമൊന്നുമില്ല. RXL ആണ്. പവർ വിൻഡോസ് ഒന്നും വരില്ല. മ്യൂസിക് സംഭവങ്ങളൊക്കെ സാധാ ചെറിയൊരു സാധനം ഇരിപ്പുണ്ട് കമ്പനി വെച്ചത്. പിന്നെ LCD മോളിൽ ചെയ്തിട്ടുണ്ട് മിററുമ്മൽ. അത് സാധാ ബാക്കിൽ ക്യാമറ കിട്ടാനല്ലേ? അതെ. സ്ക്രീനൊക്കെ വെച്ചാൽ നല്ല വൃത്തിയാവും കേട്ടോ. 2.10 കൊടുക്കാം നമുക്ക്. 17 വണ്ടി സിംഗിൾ ഓണർ. 17 സിംഗിൾ ഓണർ നിങ്ങൾക്ക് 2,10,000 ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ. ഒരു രൂപ മുടക്കണ്ടെന്നുള്ളതാണ് ഹൈലൈറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ ലോൺ ചെയ്ത് മാക്സിമം വില കുറച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരു റെഡ്സും കൂടി കാണിച്ചു കൊടുത്താലോ? റെഡ്സ് ഒരുപാടുണ്ട്. ഇത് 2010 ന്യൂ ടൈപ്പ് ആക്കിയ വണ്ടിയാണ്. VDI 10 ന്യൂ ടൈപ്പ് ആക്കിയതല്ലേ? ഈ ന്യൂ ടൈപ്പ് ആക്കാൻ വേറെ ഒന്നുമില്ല, ഹെഡ്ലൈറ്റ് മാത്രം മാറും. ഹെഡ്ലൈറ്റ് ബോണറ്റ് മാറും അല്ലേ? ഫ്രണ്ട് ഗ്രില്ല് മാറും. ചെറിയൊരു കട്ടിങ് ഉണ്ട് ഇതിന്. ബമ്പർ മാറും, ഒക്കെ മാറും. ഇതൊക്കെ മാറും അല്ലേ? പിന്നെ മോഡല് 2010 ലാസ്റ്റ്. ഡീസൽ പെട്രോളോ? ഡീസൽ VDI ആണ്. ഓടിയതോ? ഓടിയത് 90,000 കിലോമീറ്റർ. അതായത് ഹിസ്റ്ററി ഇല്ല. ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം എടുക്കുക. ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല, അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല വൃത്തിയുണ്ടോ വണ്ടിയാണ്? ബോഡി വൈസ് ഒക്കെ ക്ലീൻ ആണ്. എന്തെങ്കിലും അപാകത പറയാനുണ്ടോ നിങ്ങൾക്ക്? അപാകത ഒന്നുമില്ല, ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല അല്ലേ? ഗ്യാരണ്ടി. കിലോമീറ്റർ മാത്രമേ ജെനുവിറ്റി ഇല്ല. അതെ അതെ. പിന്നെ ഈ ആക്സിഡന്റ് ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതെ അതെ. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? നമുക്ക് 1,90,000 കൊടുക്കാം. 1,90,000. അത് മാക്സിമം നെഗോഷ്യബിൾ ആവാനുണ്ടോ? മാക്സിമം കുറച്ച് പാർക്കിംഗ് സെയിലാണ്. ഈ പാർക്കിംഗ് സെയിൽ വേണ്ടി നമുക്ക് മാക്സിമം അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ? ആൾ വന്ന കസ്റ്റമർ നമ്മൾ വിളിക്കും. ഒരുമിച്ചിരുത്തി അങ്ങ് സംസാരിച്ച് വിടാം അല്ലേ? അപ്പോൾ 1,90,000 നെഗോഷ്യബിൾ ആക്കി കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, നോക്കിക്കോളൂ. അത് ലോൺ കയറില്ലേ? ലോൺ ശ്രീറാം കിട്ടും അല്ലേ? ഈ കിട്ടാണെങ്കിലോ? ഇത് 2016 RXT ഓപ്ഷണലാണ്. RXT ഓപ്ഷനിൽ ഏറ്റവും ടോപ്പ് വണ്ടി അഡീഷണൽ ലെവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബോഡി നല്ല വൃത്തിയാട്ടോ, നല്ല വൃത്തിയുള്ള വണ്ടി. 1000 cc അല്ലേ? അതെ, 1 ലിറ്റർ ആണ്. കുറച്ചുകൂടി പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു. എയർ ബാഗ് അടക്കം വരും. എയർ ബാഗ് വരും. ഇന്ത്യയിൽ നല്ല വൃത്തിയാണ് കേട്ടോ. അതായത് ഈ ഒരു റിവേഴ്സ് ക്യാമറയും അതിന്റെ ആ സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റഡ് ആണ്. പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, 4 പുത്തൻ ടയർ ഉണ്ട്. അലേവിയിലാണ്. ഞാൻ കാണിച്ചു. ഇതിപ്പോ എന്താ വില? നമുക്ക് 2.5 കൊടുക്കാം. 2,50,000. 2016 RXT ഓപ്ഷൻ. നല്ല നീറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 18-19 പറയുള്ളൂ. നല്ല നീറ്റ് വണ്ടി. 16 മോഡലാണ്, പക്ഷെ വൃത്തിയുള്ള വണ്ടി. കിലോമീറ്റർ 60 ചില്ലറ ഓടിയുണ്ട്. 60,000. 60 അല്ലേ? 60. അതുകൊണ്ടാണ് ആ ഒരു വൃത്തി. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അതുകൊണ്ട് ലോണും ചെയ്ത് കൊടുക്കാം. അത് ഉറപ്പല്ല. എന്ത് ചോദിക്കാനാ? ഇനി ഇതാണെങ്കിലോ? ഇത് 2014 VXI വാഗണർ. അതായത് 14 ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓണർ, കമ്പനി സർവീസ്. 14 ഇത് എത്ര ഓടിയിട്ടുണ്ട്? 1.4 ഓടി കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉണ്ട്. 1.4 ഓടി നോർത്തൊന്നും വലിയ കുഴപ്പമില്ല പെട്രോൾ വണ്ടിക്ക്. പിന്നെ ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല കേട്ടോ. നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാകുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും വരും. ഫോൾഡർ പവർ വിൻഡോ, എമേസിയും പവർ സ്റ്റിയറിംഗും, മിറർ അഡ്ജസ്റ്റ്മെന്റും, സെൻട്രൽ ലോക്കും, സകല സാധനം കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും. തട്ടുമുട്ടുണ്ടോ? ഒന്നുമില്ല, ക്ലീൻ വണ്ടി, കറക്റ്റ് കമ്പനി സർവീസ്, റീപ്ലേസും ഇല്ല. അടിപൊളി. വിലയോ? 320.
3,20,000. അത് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? മാക്സിമം കുറച്ചിട്ടാ പറഞ്ഞാൽ ചെറിയ മാറ്റം ഏത് വണ്ടിക്കാലും ചെറിയ മാറ്റം ആൾ വണ്ടി പറ്റി കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. കാണിച്ചു കൊടുക്കാം അല്ലേ? അസലിന് നല്ല അടിപൊളി അൾട്ടോയും കൂടി കാണിച്ചു കൊടുത്താലോ? 2018 LXi സിംഗിൾ ഓണർ വണ്ടി. 18 LXi സിംഗിൾ ഓണർ. ഈ ഒരു നേരം ഇതാ ഇത്രയും വണ്ടികൾ നിങ്ങൾ അങ്ങ് വരെ കാണിക്കാണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകും. 18 LXi സിംഗിൾ ഓണർ എത്ര? 68,000 കിലോമീറ്റർ ഓടി 2,60,000. 2,60,000. റീപ്ലേസ് ഇല്ല, സിംഗിൾ ഓണർ ആണ്. കമ്പനി സർവീസ് ഉണ്ട് അല്ലേ? ഇന്ത്യയിൽ ഒന്നും മോശമല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഞാൻ ഇങ്ങനെ കാണിച്ച് നമ്മൾ ചെയ്തതാണ്, പുതിയ ചെയ്തല്ലേ? നമ്മൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം, ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ. ഈ 2,60,000 കുറയോ? ചെറിയ മാറ്റം വരുത്തി കൊടുക്കാൻ പറഞ്ഞല്ലോ, എല്ലാ വണ്ടിക്കും പറയണ്ടല്ലോ. ആള് വന്ന് പറ്റി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. ഈ കിട്ടാണെങ്കിലോ? ഇത് 2016 RXT ആണ്. 2,30,000. 2,30,000 ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇങ്ങനെ കാണിച്ചു പോകുന്നത് മാക്സിമം വണ്ടികൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ RXT എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, വേറെ അപാകതകളൊന്നുമില്ല. പിന്നെ ഇവരുടെ കാറ്റലോഗിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരും. ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? ഇത് കിലോമീറ്റർ 60,000. 63,000 ഓടിയുണ്ട്. അത് നല്ല വൃത്തിയില്ല വണ്ടി, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ അൾട്ടോ ആണെങ്കിലോ 2017 LXi സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 51,000 കിലോമീറ്റർ ഓടിയ നല്ല അടിപൊളി വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഇത് വിലയോ? ഇത് വില നമുക്ക് 2,40,000 കൊടുക്കാം. റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം. അതെ, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം അല്ലേ? ഒരു പോലും മുടക്കണ്ട, ഒന്നും മുടക്കണ്ട. ഇതൊക്കെ ഫുൾ ടാങ്ക് തന്നെ കേട്ടോ. ഫുൾ ടാങ്ക്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ മാസം ലാസ്റ്റ് വരെ ഉള്ളത് ന്യൂ ഇയറിൽ കഴിയും. ന്യൂ ഇയറിൽ ഈ മന്തിലുള്ള ഓഫറാണ്. ഇയർ എൻഡിങ് ഓഫറാണ്. ന്യൂ ഇയറിൽ വേറെ വരും അല്ലേ? അതെ, ഇൻഷാല്ലാ. ഇനി സെയിം സാധനം ഈ അൾട്ടോ 2020 BS6 ആണ്. LXi സിംഗിൾ ഓണർ. 20 അല്ലേ? ന്യൂ ഷേപ്പ് ആണ് വണ്ടി. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി, കറക്റ്റ് പ്രോപ്പർ സർവീസിലെ വണ്ടിയാണ്. എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു LXi ആണെന്ന് തോന്നുന്നു. LXi ആണ്. ഇതിന്റെ VXi ഇതേ മോഡൽ അവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. നമുക്ക് കാണിക്കാം. ഓക്കെ, ഇതിപ്പോ 20 വണ്ടി നമുക്ക് എത്ര കൊടുക്കാം? 3,20,000 കൊടുക്കാം നമുക്ക്. കിലോമീറ്റർ 1.3 ഓടിയുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. 3,000. അടിപൊളി. ഇപ്പൊ എന്തായാലും ഇത് മോശമൊന്നുമില്ല, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നോക്കിക്കോളൂ. 3 വരെ ഫൈനാൻസും ചെയ്യും. അതെ. ഇനി ഇതാണെങ്കിലോ? ഇത് 18 മോഡൽ 19 റേസ് i10 ഏതാ? മാഗ്ന എക്സിക്യൂട്ടീവ്. അതെ, അടിപൊളി. വേറെ അപാകതകൾ എന്തെങ്കിലും? ഒന്നുമില്ല. 90,000 കിലോമീറ്റർ ഓടി, കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. തട്ടുമുട്ടൊന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. ഒന്നും റീപ്ലേസ് ഇല്ല. ഓക്കെ, ഇതെന്താ വില വരുന്നത്? 3,80,000 കൊടുക്കാം. 3,80,000 ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. 1.2 i10 മാഗ്ന എക്സിക്യൂട്ടീവ്. എല്ലാ ഫീച്ചേഴ്സും വരും. എയർ ബാഗ്, ABS, കമ്പനി സിസ്റ്റം ഒക്കെ വരും. സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം ഉണ്ട്, എല്ലാം വരും. പിന്നെ ലോണും മാക്സിമം അല്ലേ? ലോൺ ഫുൾ ലോൺ. ഈ ഫുൾ ലോൺ പ്രൊഫൈൽ വെക്കുകയാണെങ്കിലേ ഉള്ളൂ. അതെ, അതൊരു കിട്ടൂലല്ലോ. സിബിൽ സ്കോർ ഒന്നും ഇല്ലാത്തൊരു ഫുൾ ലോൺ -1 ഒക്കെ ആണെങ്കിലും ചെയ്ത് കൊടുക്കാം. സിബിൽ -1 ആണെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇതുവരെ ലോൺ എടുക്കാത്ത ആൾക്കാർക്കും ചെയ്ത് കൊടുക്കാം. ലോൺ എടുത്തിട്ട് ചൊറായ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റൂല. അത് ശ്രീരാമൊക്കെ ചെയ്യാൻ പറ്റും. അതെ. ഇതാണെങ്കിൽ കേട്ടൻ ഇത് 2015 ആണ്. 62,000 കിലോമീറ്റർ ഓടി, 4 പുത്തണ്ടായിരം. നല്ല വൃത്തിയില്ല വണ്ടി. നല്ല വൃത്തിയില്ല. ഈ 15 ആവുമ്പോ 62 ജെനുവിൻ ആണല്ലോ അല്ലേ? അതെ. ഹിസ്റ്ററി ഉണ്ടാവൂലേ? ഹിസ്റ്ററി ഉണ്ടാവും. കേട്ടന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ കുറച്ചുകൂടി വലിയ വണ്ടി കേട്ടോ. വലിയ വണ്ടിയാണ്. പവറിലെ ഇഞ്ചന വരും. 1000 cc. അതെ. നമ്മുടെ വാഗണറിന്റെ ഒക്കെ സെയിം അല്ലേ? വാഗണർ സാലറി ഒക്കെ ഇഞ്ചന വരും. അതെ. നല്ല വൃത്തിയുണ്ട് വണ്ടി, മോശമൊന്നുമില്ല. ഇത് കാര്യങ്ങളൊന്നുമില്ല. 15 VXi അല്ലേ? LXi ആണ്. എന്താ വില? ഇത് 2,40,000 കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. 2,40,000 4 പുത്തണ്ടായിരം വണ്ടി ഓടിയില്ല തന്നെ പറയാം. അതെ അല്ലേ? അടിപൊളി. കഞ്ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും 2015 വണ്ടി. ഓക്കെ, ഇതാണെങ്കിലോ? ഇത് 2019 ആണ്. അതെ, 19 സിംഗിൾ ഓണർ. 39,000 കിലോമീറ്റർ ഓടി, കമ്പനി സർവീസ്. പെട്രോൾ അല്ലേ? പെട്രോൾ. അടിപൊളി. 39,000 കറക്റ്റ് പ്രോപ്പർ സർവീസിലുണ്ട്. എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടോ? മൈനർ ഒന്നുമില്ല അല്ലേ? നല്ല ക്ലീൻ വണ്ടിയാണ്. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല വൃത്തിയുണ്ട്. വേറെ അപാകതകൾ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടി. ഇതിന്റെ ഇന്റീരിയർ നോക്കിക്കോളൂ. എന്തൊക്കെ പണ്ടല്ലേ? 39 ഓടിയിട്ടുള്ള സിംഗിൾ ഓണറാണ്. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. അടിപൊളി. ഇത് നമുക്കിപ്പോ എന്താ പ്രൈസ്? 4,10,000. 4,10,000 രൂപ. അത് 19 വണ്ടി. എന്തെങ്കിലും കുറയില്ലേ? ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. ഫുൾ ലോണും കൊടുക്കും. അടിപൊളി കേട്ടോ. ഇതെന്താ നിങ്ങൾ മിസ് ചെയ്യരുത്, നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഓർമ്മ ഉണ്ടല്ലോ. ഇത് 2015 സ്പോർട്സ് ഓപ്ഷണലാണ്. ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടി. സ്പോർട്സ് ഓപ്ഷനിലാണ്. ബട്ടൺ സ്റ്റാർട്ടും കാര്യം വരുന്നത്. അതെ. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ഇത് 95,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ് ഒന്നുമില്ല. ഇത് ബട്ടൺ സ്റ്റാർട്ട് വരുന്നല്ലേക്കാ? ഇത് മാറിപ്പോയി വണ്ടി. സോറി, ബട്ടൺ സ്റ്റാർട്ട് വരുന്നത് കളർ അവിടെ ഉണ്ട്. സോറി. അപ്പോൾ ഇത് സ്പോർട്സ് ഓപ്ഷനിലല്ലോ? ഓപ്ഷനല്ല, സ്പോർട്സ് ആണ് കേട്ടോ. ഓക്കെ, ഇതിൽ ബട്ടൺ സ്റ്റാർട്ട് വരില്ല. ബട്ടൺ സ്റ്റാർട്ടുള്ള വേറെ കാണിച്ചു. സ്പോർട്സ് ഓപ്ഷനൽ ഉണ്ട്. അതേമാതിരി വണ്ടി മാറിയിട്ട സെയിം 15 തന്നെ. അതും സെയിം 15. അപ്പോൾ ഇതെന്തായാലും 15 മോഡലാണ്. ഓടി എത്ര നിങ്ങൾ പറഞ്ഞത്? 95,000 കിലോമീറ്റർ, കമ്പനി സർവീസ്, സിംഗിൾ ഓണർ. റീപ്ലേസും ഇല്ല? ഒന്നുമില്ല, റീപ്ലേസ്. ഓക്കെ, ഇത് നമുക്ക് എന്താ റേറ്റ്? ഇത് നമുക്ക് 3,60,000 കൊടുക്കാം. 3,60,000. 3,60,000 കൊടുക്കാം അല്ലേ?
15 വണ്ടി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞാലും 15 വണ്ടി നല്ല ക്വാളിറ്റിയിലെ വണ്ടിയാണ്. അതെ അതെ, സിംഗിൾ ഓണർ വണ്ടി. മാക്സിമം നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. 1.5 വരെ ലോൺ ചെയ്യേണ്ടതാണ്. അതെ, ഇതാണെങ്കിലോ ഇത് 2014 VXI 14 VXI അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ആ, ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. വണ്ടി. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഫിൽഡ് ആയിട്ട് തന്നെ വരുമെന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപാകതകളൊന്നും ഇല്ലാതെ നല്ല വണ്ടികളാണ്. തട്ടുമുട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. കിലോമീറ്ററോ? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. 70. ജെന്യൂനാണല്ലോ അല്ലേ? ഹിസ്റ്ററി കൊടുക്കാം അല്ലേ? അതായത് ഒന്നും മാറാത്ത നല്ല VXI 14 മോഡൽ VXI വണ്ടി. അത് നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് എടുക്കാൻ പറ്റും. എത്രയ്ക്ക് കൊടുക്കാം ഇപ്പോൾ? 3,25. 3,25,000. നെഗോഷ്യബിൾ ആവുമോ? ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? 3,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 14 വണ്ടി എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ കിട്ടാണെങ്കിലോ? അല്ല സോറി, 2012-13 റൈസർ. 12 മോഡൽ 13 റൈസർ ന്യൂ ടൈപ്പ് വരും. അപ്പോൾ ന്യൂ ടൈപ്പ് ടൈപ്പാണ് ചെയ്തത്. അതെ അതെ അതെ. എന്തെങ്കിലും തട്ടുമുട്ട ആക്സിഡന്റ്? റീപ്ലേസ് ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ഇതിന്റെ ബോണറ്റ് മാത്രമേ ഉള്ളൂ. അതെ അതെ. വണ്ടി ഓവറോൾ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് പെട്രോൾ അല്ലേ? ഡീസൽ വീഡിയോ അല്ലേ? സോറി, വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കിയോ, നല്ല ക്ലീൻ പീസ് ഇന്റീരിയർ ആണ്, ഒരു അപാകതയും പറയാനില്ല. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 2,65. 2,65,000 രൂപ. 2,40 വരെയൊക്കെ ശ്രീരാമ ലോണും ചെയ്തു. അത് ന്യൂ ഷേപ്പ് ഉണ്ട്. മാക്സിമം ഒന്ന് കുറച്ച് കൊടുക്കണ്ടെങ്കിൽ മാക്സിമം കുറച്ചിട്ട് ഇവിടെ എഴുതി വെച്ച വില കൂടെ 2,50 അപ്പോൾ മാക്സിമം വില കുറച്ചിട്ട് ഫുൾ ടാങ്ക് എണ്ണ. അതെ, ഫുൾ ടാങ്ക് എണ്ണ എടുത്തോണ്ട് പോകാം. 30 ലിറ്റർ അടിച്ചു കൊടുക്കും. അതെ അതെ. അപ്പോൾ നമ്മുടെ അല്ലമി ന്യൂസ് കാർസിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വണ്ടിയുടെ ഫുൾ ഫോട്ടോസ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ വിളിച്ചാലേ കാറ്റലോഗ് അയച്ചു. അതല്ലാതെ വിളിച്ച് ബുദ്ധിമുട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കാറ്റലോഗ് വെച്ചിട്ടുണ്ട്. മാക്സിമം വില കുറച്ചിട്ട് ഇയർ എൻഡിങ് സെയിൽ എണ്ണ 30 ലിറ്റർ കിട്ടും അല്ലേ? എല്ലാ വണ്ടിക്കും കൊടുക്കും അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇവിടുത്തെ ഈ ഒരു സ്റ്റോക്ക് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇനി 2025 സ്റ്റോക്ക് വരും അല്ലേ? അടുത്ത മാസം നമുക്ക് നല്ല കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും